ഹായ് ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അന്വേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എൻ്റെ ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പണിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഫോൺ റീചാർജ് ചെയ്തതും ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ്, ഞങ്ങളുടെ അയൽവാസി ഞങ്ങൾക്ക് നിരന്തരം ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ഗിഫ്റ്റൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കാത്ത് പുള്ളി വെളിയിലുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് തോന്നി എന്തോ പണി ഒപ്പിച്ചിട്ടാണ് ആ ഇരിപ്പെന്ന്. ഞങ്ങൾ വന്ന് കയറി എന്നൊരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചപ്പോൾ അവിടെ നിന്ന് ഉടനെ ഞങ്ങൾക്കുള്ള കോൾ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ അയാളെ ഞങ്ങൾ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. പട്ടിയുടെ പേരിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല. പട്ടി എടുക്കാൻ വരെ ഇരുന്ന ആളുകളിപ്പം പട്ടിയെ വളർത്താൻ സ്ഥലവും ഷെൽട്ടറും നോക്കി നടക്കുന്ന കാലമല്ലേ. അപ്പോൾ ഇനി അതിൽ പിടിച്ച രക്ഷയില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് പുതിയ ഒരു കേസ്. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അമ്പിളിയെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ അമ്പിളിയെ ആ പോലീസുകാരി പ്രോത്സാഹിപ്പിച്ചു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ പരാതിയിൽ ഞാൻ അന്ന് ഒപ്പിടാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ലായിരുന്നു. രണ്ടാമത് എന്നെ അവിടെ അപമാനിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഒപ്പിടാൻ പോയില്ല. അത് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വരുത്താനോ. ഇനി അമ്പിളി എപ്പോഴും ജയകുമാറിനെ വെച്ചാണ് കളിക്കുന്നത്. ഒരു ശത്രുവിനെ ഒതുക്കാൻ രണ്ട് ശത്രുക്കൾ ഒന്ന് ചേർന്നു. അതായത് അമ്പിളിയും ജയകുമാറും ബദ്ധശത്രുക്കളാണ്. കാരണം അമ്പിളി വീട് ഞാൻ എടുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ജയകുമാറിന് ഞാൻ വിറ്റ വീട് ഞാൻ ജീവിച്ച് താമസിച്ച് മതിയായിട്ടില്ല, എപ്പോഴായാലും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ വീട് കൈക്കലാക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ബദ്ധശത്രുക്കളാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അവർ രണ്ടുപേരും ഒന്നിച്ചു വന്നേ ഉള്ളൂ. ഇത് പിന്നെ അവൻ കുടിയനാണ്ട് അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് തന്നെ വീഡിയോയിലൂടെ. അപ്പോൾ അതുകൊണ്ട് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പുതിയ പ്ലാൻ ചെയ്തു. അങ്ങനെ പോലീസ് വിളിച്ചിട്ടുണ്ട്, തിങ്കളാഴ്ച ചെല്ലാനായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്നെ വീണ്ടും വിളിച്ച് അപമാനിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അത് ഞാൻ പോകില്ല എന്നുള്ളത് വേറെ കേസ്. അപ്പോൾ ഞാൻ അതല്ല പറയാൻ വന്നത്. ഞാൻ അന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വേറെ വിഷയങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്നത്തെ പോലീസ് സ്റ്റേഷനിലെ അമ്പിളിയുടെ ഭാഗം ഞാൻ പറയാതെ നിർത്തി. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇത് ഇങ്ങനെ പോലീസ് വിളിച്ചപ്പോഴാണ് എനിക്ക് ആ വീഡിയോ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ എനിക്ക് വന്നതും. ഞാൻ വീണ്ടും എന്തായാലും ജോലി കഴിഞ്ഞ് വന്ന ഉടനെ അതിന് ചെയ്തിട്ട്, അല്ലെങ്കിൽ ജോലി ചെയ്ത് അതങ്ങ് പോകും. ഞാൻ മാറ്റി വെക്കുന്ന ആളത്തേക്ക് കൈയോടനെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ഫസ്റ്റ് ഒരു ബ്രോക്കർ വഴിയാണ് ഈ അമ്പിളിയെ കാണുന്നതും ഈ വീട്ടിൽ വരുന്നതും. അപ്പോൾ അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇവരെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവരൊരു വിഷച്ചിരി ഇരിച്ച്, അന്ന് എൻ്റെ ഹസ്ബൻഡ് അപ്പം തന്നെ എന്നെ കൊണ്ട് തിരിച്ചു പോകാൻ ഒരു ശ്രമം നടത്തി. കാരണം എനിക്കും ആ ചിരിയിൽ എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായി, ഹസ്ബൻഡിനും അതുകൊണ്ട്. അപ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞു, ഈ സ്ത്രീ എന്തായാലും ശരിയാവും തോന്നുന്നില്ല, അവരെ ചിരിയിൽ എന്തോ ഒരു പന്തികേടുണ്ട്, നമുക്ക് വേണ്ടാന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാൻ, ഞങ്ങളുടെ മദാമ്മ ഞങ്ങൾക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രഷറാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് കണ്ടുപിടിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടും ഇവരെന്നെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തി ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ വീടല്ലെങ്കിൽ ജപ്തിയായി പോകും എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ, ഞാനൊരു വിധവയല്ലേ, അന്ന് ഞാൻ അറിയുന്നില്ല ഇവരുടെ ജീവിതം എന്താണ്, ഹസ്ബൻഡ് ഉള്ളയാണോ വിധവയാണോ എന്താണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഇപ്പോൾ ആളുകൾ നല്ല ഒന്നാന്തരം ഒരു പേര് പറയുന്നുണ്ട്, വീയിൽ തുടങ്ങി അയിൽ അവസാനിക്കുന്ന ഒരു പേര്. അത് ഞാൻ പറയുന്നില്ല മീഡിയ ആയതുകൊണ്ട്. ആരോട് സംസാരിച്ചാലും അവർ പറയും അവൾ ഇന്നതല്ലേ എന്ന് പറയും. അപ്പോൾ അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ വീട് ഞാൻ എടുക്കില്ലായിരുന്നു. ഇന്നലെ തന്നെ ഞങ്ങൾക്ക് വിറവ് കൊണ്ടുവന്ന ലോറി ഡ്രൈവർ തന്നെ പറഞ്ഞു, അയ്യോ ഈ വീട്ടിലാണ് താമസിക്കുന്നത്, അത് ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അനുഭവം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നേരത്തെ എടുക്കൂലായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളറിയാതെ എടുത്തു പോയതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവർ അങ്ങനെ എന്നിട്ട് ഇവരെന്നെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്തു. എനിക്ക് ആ വീട് എടുക്കേണ്ടി വന്നു, ഞങ്ങളുടെ ഗതികേടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ അവരുടെ മകളുടെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകനും ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വന്ന് താമസിക്കുന്നു. ഒപ്പം മകളുടെ അമ്മായിയമ്മയുണ്ട്. അന്ന് ഞങ്ങൾ ഇത് ആരാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഒരു അകന്ന ബന്ധു എന്ന് പറഞ്ഞു. സ്വന്തം മകളുടെ അമ്മായിയമ്മയും സഹോദരൻ്റെ മോനുമാണ്. എന്നിട്ടും പറഞ്ഞു അതൊരു അകന്ന ബന്ധു. അത് പിന്നെ എനിക്കവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും വയ്യ, അവരൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നിട്ട് ബന്ധുക്കളെന്ന് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങ് വരും എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഈ സ്ത്രീ പറഞ്ഞത്. ഞാനും അറിയുന്നില്ല എത്രയും അടുത്ത ബന്ധുവാണെന്ന്. ഈ അമ്മച്ചിയോട് ചോദിച്ചപ്പോഴും അമ്മച്ചിയും ഇത് എൻ്റെ മോൻ്റെ ഭാര്യയുടെ
അമ്മയുടെ വീടാണെന്ന് അവരും പറയുന്നില്ല. ബന്ധം ഇന്നതാണെന്ന് അവരും അവർക്കും ഇവരെക്കുറിച്ച് ബന്ധമെന്ന് പറയാൻ നാണക്കേട്. അതുകൊണ്ട് അവരും പറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ വാസ്തവം. പിന്നീടല്ലേ കാര്യം മനസ്സിലായത്. രണ്ടുപേരും പറഞ്ഞില്ല. ഒരാൾക്ക് വീടും കൊടുത്തിട്ട് അവരുടെ ബന്ധുവിനെ ഇവിടെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? വീട് എഗ്രിമെൻ്റ് എഴുതിയിട്ടും 2-4 ദിവസം ഞങ്ങൾ സാധനം മാറ്റുമ്പോഴൊക്കെ അവർ ഈ വീട്ടിൽ താമസമുണ്ട്. ഇവർ മാറുന്നില്ല. അവസാനം ഞങ്ങൾക്ക് സാധനം വെക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ അവരോട് മാറിത്തരണമെന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഇവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഒരാൾക്ക് വീട് എഴുതി എഗ്രിമെൻ്റ് എഴുതി പൈസ കൈമാറി കഴിഞ്ഞാൽ അന്ന് തന്നെ അവിടുത്തെ താമസക്കാർ മാറിത്തരേണ്ടതല്ലേ? ഇവരാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ ഇൻറ്റേൺഷിപ്പ് ഞങ്ങളത് അറിയേണ്ട കാര്യമില്ലല്ലോ. അതിന് ഞങ്ങളോട് കുറേ വഴക്കുണ്ടാക്കി. പിന്നെ ഇവിടെ കുറേ വിറക് കിടന്ന് നിങ്ങൾക്ക് പട്ടിയുള്ളതിലെ കഞ്ഞിയൊക്കെ ഈ വിറവൊക്കെ തരാം, എനിക്ക് ഒരുപാട് റേഷൻ അരി കൊണ്ട് ഞാൻ പട്ടിക്ക് കഞ്ഞിയൊക്കെ അരി തരാം, ഇങ്ങനെയൊക്കെ കുറേ മോഹന വാഗ്ദാനം തന്നാണ് ഞങ്ങളെ വീഴ്ത്തിയത്. പക്ഷേ ഞങ്ങളതിലൊന്നും വീണിട്ടല്ല. പുള്ളി വിചാരിച്ച അതിലൊക്കെ ഞങ്ങൾ വീണിട്ടാണെന്ന്. എന്നിട്ട് ഒരു തരി പോലും ഇല്ലാതെ ചെതലെടുത്ത വിറക് വരെ ഈ മകളുടെ അമ്മായിയമ്മയും ആ ചെറുക്കനെയും കൊണ്ട് ഇവിടെ നിന്ന് എല്ലാം മാറ്റിച്ചിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പം നാളെ ഇനി ഇതൊന്നും പറയരുതല്ലോ. അപ്പോൾ അത് വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി ലംഘിച്ചതിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഒരു കതകിൽ കൊളുത്തോ കതകോ ജനലോ ഒന്നും വെച്ച് തന്നിട്ടില്ല. അതെല്ലാം ഞങ്ങൾ ഗേറ്റ് ഇതെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് വെച്ചതാണ്. ഇത് പോട്ടെ, ബ്രോക്കറിന് പൈസ കൊടുക്കരുത്. അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ബ്രോക്കർ വന്നതിന് ശേഷം പിന്നെ ബ്രോക്കർ വഴി അല്ലാതെ ഞങ്ങൾ നേരിട്ടായിരുന്നു ഇടപാട്. കാരണം ഇവരുടെ അമ്മ എൻ്റെ വീട്ടിൽ എനിക്ക് സുഖമില്ലായിരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. 2-3 തവണ ഇവരെ അമ്മ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു മാനസികമായിട്ടൊരടുപ്പം തോന്നിയത് കൊണ്ട് ആണ് പിന്നീട് ഞാൻ ബ്രോക്കറെ നമുക്ക് വേണ്ടാതെ ഇവരുമായിട്ട് തന്നെ നമ്മൾ ചെയ്ത്. അവരും പറഞ്ഞു ഇനി ബ്രോക്കറിൻ്റെ ആവശ്യമില്ല, നമ്മൾ പരിചയക്കാരായില്ലേ. പക്ഷെ അതൊരു ചതിയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു. ബ്രോക്കർ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തന്നെ വീടെടുത്ത് പൈസ കൊടുത്തതിന് ശേഷം പറഞ്ഞു ബ്രോക്കറിന് പൈസ കൊടുക്കണ്ട, ഞാൻ അവന് കൊടുത്തോളാം, അവന് പണിയൊന്നും ചെയ്തില്ലല്ലോ, ഫസ്റ്റ് അവൻ വന്ന് കാണിച്ചു തന്നതിലേ ഉള്ളൂ, പിന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാട് എന്ന് പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് പൈസ കൊടുക്കാതാക്കിയിട്ട് ഈവൻ ഈ ബ്രോക്കർ ഞങ്ങളുടെ പിറകെ പൈസയ്ക്ക് വേണ്ടി അതൊരു മദ്യപാനിയാണ്, റോഡിൽ പല തവണ ഞങ്ങളെ പിടിച്ചു നിർത്തി. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഇതുപോലെ അമ്പിളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് തരണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ടും പിന്നെയും പല തവണ ഫോൺ വിളിച്ച് എൻ്റെ ഹസ്ബൻഡിനെ ചീത്ത. അവസാനം ഞങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു 3000 രൂപ. അപ്പോൾ അവന് 14,000 രൂപ വേണം. ഈ ഒരു വീട് എനിക്ക് 4 ലക്ഷം രൂപയ്ക്ക് ഒറ്റയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്രയും ആ ഹൗസ് ഓണറിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചതും പോരാ, പിന്നെ അവന് 14,000 രൂപ വേണം. അതിനുവേണ്ടി എന്ത് പണി നിങ്ങൾ ചെയ്തു? നിങ്ങൾക്കൊരു 3,000 രൂപ വേണമെങ്കിൽ തരാം. പറ്റില്ല, ഞാൻ ആരെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെള്ളം അടിച്ചിട്ട് വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു, ചീത്ത വിളിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവന് കൊടുക്കില്ല എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. പലതവണ ഞങ്ങളെ റോഡിൽ പിടിച്ചു നിർത്തി. അപ്പോൾ ഇവളാണ് ഞങ്ങളെയും അവരെയും തമ്മിൽ. കാരണം വീട് തന്നിട്ട് വീട് എടുക്കുന്നവരെ മാക്സിമം പ്രഷറിലാക്കുക എന്നതാണ് അമ്പിളിയുടെ ഒരു നയം. അതാണ് ഇവർ പ്രാവർത്തികമാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് ലേറ്റായി പോയെന്നേ ഉള്ളൂ. അങ്ങനെ ഇയാളെയും ഞങ്ങളെയും തമ്മിൽ ശത്രുവാക്കി. ഇപ്പം കുറേ നാൾ അതുണ്ടായിരുന്നു. ഇപ്പം അവൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ച് ഓർമ്മ വരുമ്പോൾ വിളിക്കും. പക്ഷേ ഇപ്പം കുറച്ച് മാസമായിട്ട് അവൻ്റെ വിളിയോ ശല്യമോ ഒന്നുമില്ല. ഇനി ഇവളും അവന് പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളോട് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിക്കാൻ അവനെ കുത്തിയിളക്കി ഞങ്ങളുമായിട്ട് അവനെ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ കയറ്റുക എന്നതായിരുന്നു ഈ സ്ത്രീയുടെ ലക്ഷ്യം. പക്ഷേ എന്തായാലും പോലീസ് സ്റ്റേഷനിലൊന്നും ആ വിഷയത്തിൽ കയറേണ്ടി ഞങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഈ സ്ത്രീയെ കണ്ട് ഈ വീടിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ ഇവരൊരു നമ്പർ ഇറക്കി. എൻ്റെ ഫോണ് ചാർജ് തീർന്നു പോയി, എനിക്ക് റീചാർജ് ചെയ്യണം, കയ്യിലാണ് എൻ്റെ കയ്യിൽ പൈസ. അപ്പോൾ ഒന്ന് സന്ധ്യ 7 മണിയായി. അപ്പോൾ നിങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് റീചാർജ് ചെയ്യുക, ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ പൈസ കയ്യിൽ തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മോളോടെ വിളിച്ച് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്ത് തരാം. അന്ന് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ തീരും. എനിക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിരുന്ന പൈസയായിരുന്നു. അത്രയും പൈസ എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഇവർക്ക് ചെയ്തു കൊടുത്തു. ആ പൈസയ്ക്ക് പിന്നെ ഞാൻ ഒരാഴ്ച അവരെ പുറകെ ഫോൺ വിളിക്കേണ്ടി വന്നു. വിളിച്ച് നിങ്ങൾക്കറിയാം, ഫോണിൽ ചെയ്യുമ്പോൾ 299 രൂപയ്ക്ക് ചെയ്യുമ്പോൾ 301 രൂപയാവും. വിളിച്ച് അവസാനം 300 രൂപ ഇവർ ഗൂഗിൾ പേ ചെയ്ത് തന്നു. അപ്പോൾ ഇത്രയും തരികിട കയ്യിലുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ഹൗസ് ഓണർ. എന്നിട്ട് ഞാൻ ഈ ഇട്ട വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്ന് അവരങ്ങ് പൈസ തന്നാൽ തീരേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇവരെന്തറിഞ്ഞിട്ടാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ അവളുടെ ആളുകളായിരിക്കും, അവർക്ക് വേണ്ടി വന്ന് കമൻറ്റ് ഇടുന്നതായിരിക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട്
ജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ കൂട്ടുപിടിച്ച് കള്ളക്കേസ് തന്നെയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് ഇവർ ഇത്രയും തരികിട ആയതുകൊണ്ട് ഞാൻ ഇവരെ പ്രമാണം ഞങ്ങളടുത്ത് അതിലും പല തരികിടയും കാണിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ആദ്യം ഞങ്ങൾക്ക് തന്നത് അവരുടെ അമ്മയുടെ പേരിലുള്ള പ്രമാണമാണ് തന്നത്. ഞങ്ങൾ കൊടുത്ത പൈസയ്ക്കാണ് അത് ബാങ്കിലെ കടം തീർത്ത് ഇവർ എടുത്ത് ഇവരുടെ പേരിലാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രമാണം തന്നത്. അപ്പോൾ ഈ 2 പ്രമാണം, ആദ്യത്തെ അമ്മച്ചിയുടെ പേരിലെ പ്രമാണം അതിൽ അമ്മച്ചി ഒപ്പിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ പ്രമാണം അമ്മച്ചി ഇവർക്ക് എഴുതി കൊടുത്തു എന്ന് പറയുന്ന പ്രമാണത്തിലും അമ്മച്ചി ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അമ്മച്ചിയുടെ ആദ്യത്തെ തായ് പ്രമാണത്തിലെ ഒപ്പും ഈ രണ്ടാമത്തെ പ്രമാണത്തിലെ ഒപ്പും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ആ ഒപ്പ് അമ്പിളിയുടെ ഒപ്പുമായിട്ടാണ് സാദൃശ്യവും അമ്മച്ചിയുടെ ഒപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ പ്രമാണത്തിൽ എഴുതിയതിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ടെന്ന്. കാരണം അമ്മച്ചിയുടെ മരണപ്പെട്ടുപോയ മകളുടെ മകനാണ് ഈ വീട് കൊടുക്കാമെന്ന് അമ്മച്ചി പറഞ്ഞിരുന്നത്, അമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നത്. എന്നിട്ട് അമ്മച്ചി സുഖലാടുന്ന സമയത്ത് ഇവരാരെ അറിയിക്കുകയോ ഇവരാരെ അറിയിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് അമ്പിളി ഈ പ്രമാണം ചെയ്യിച്ചത്. അതുപോലെ അമ്മച്ചിയുടെ കഴുത്തിൽ കിടന്ന 2.5 പവൻ്റെ മാല ഊരിയെടുത്തിട്ട് പകരം അമ്മച്ചിക്ക് അതുപോലത്തെ ഇമിറ്റേഷൻ്റെ മാല വാങ്ങി കഴുത്തിലിട്ട് വരെ അമ്മച്ചിയെ പറ്റിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഒരു സ്ത്രീ എങ്ങനെ നമ്മളെ പറ്റിക്കാതിരിക്കും? നമ്മളെ പറ്റിക്കേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചതികൾ, ഈ കഥകളൊക്കെ പിന്നീടാണ് ഞാൻ ഓർത്തത്. ഈ അമ്മച്ചി എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുമ്പോൾ ഈ മക്കളുടെ സ്വഭാവം മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് അമ്മച്ചിയെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവരെ മകൻ്റെ നമ്പറാണ് എനിക്ക് തന്നിരുന്നത്. കാരണം ഈ മോളെക്കുറിച്ച് അമ്മച്ചിക്ക് ഒട്ടും മതിപ്പില്ലായിരുന്നു. അമ്മച്ചി എപ്പോഴും പരാതി. പക്ഷേ ഈ കണ്ടപ്പോൾ ഇതാണ് മകളെന്നൊന്നും ഞാൻ അപ്പോൾ ചിന്തിക്കുന്നില്ല. എൻ്റെ ആ സ്പോട്ടിലെ മറവിയാണ് എനിക്ക് ഇത്രയും വലിയ വിന വരുത്തിയത്. എനിക്കിവരെ വീടെടുക്കാതിരിക്കാൻ 100 കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ മറന്നുപോയിരുന്നു. അതും മാത്രമല്ല, ഞാൻ പഠിച്ച സാൽവേഷൻ ആർമിയുടെ ഹോസ്റ്റലിൽ എനിക്ക് മുന്നേ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ് ഈ അമ്പിളി കുമാരി എന്ന് പറയുന്ന സ്ത്രീ. അന്ന് അവിടെ ഒരു വിഷയം ഉണ്ടാക്കി. ഷീബ എന്ന് പറയുന്ന ഒരു ആളും ഈ അമ്പിളിയും കൂടെ അവിടുന്ന് മതിൽ ചാടിപ്പോയ ഒരു കഥ പിന്നീട് ജൂനിയറായിട്ട് വരുന്ന ഞങ്ങളോട് ഈ വാർഡന്മാരെപ്പോഴും ഈ കഥ വരുന്ന കുട്ടികളോടൊക്കെ പറയുമായിരുന്നു. അന്നേ അമ്പിളി എന്നുള്ളൊരു പേര് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് ഈ അമ്പിളിയാണെന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല. പിന്നീട് ഇവരുടെ പെരുമാറ്റം ഇങ്ങനെ വന്നപ്പോൾ അമ്മച്ചി എന്നോട് എൻ്റെ ഒരു മകള് അവിടെ സാൽവേഷൻ ആർമിയുടെ അവിടെ നിന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ തരികിടയല്ലേ ഈ തരികിടയെന്ന്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ഞങ്ങൾ പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങളെ പെടുത്താൻ ഇത്തിരി പാടാണ് എന്നുള്ള കാര്യം അമ്പിളിക്ക് മറന്നുപോയി. പഠിച്ച വിദ്യ 18ഉം അമ്പിളി ഞങ്ങളോട് പയറ്റി. പക്ഷെ ഒന്നിലും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇത് തുടക്കം മാത്രമാണ്. ഞങ്ങൾ ആ തുടക്കത്തിലുള്ള കുറച്ച് സംഭവമാണ് ഞാനീ പറഞ്ഞത്. ഇനിയുള്ള സംഭവങ്ങൾ എല്ലാം കൂടെ ഒരു വീഡിയോ ഒരുപാട് ലെങ്താവും. അപ്പം നിങ്ങൾക്ക് കേൾക്കാനും ബുദ്ധിമുട്ടാവും. ഇനി ബാക്കിയുള്ള വിഷയം, കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഓരോരോ കള്ളപ്പരാതി കൊടുത്ത് എന്നെക്കൊണ്ട് ഇവരെക്കുറിച്ച് ഇവർ ഛർദ്ദിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഛർദ്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു.